നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കയ്യിൽ കിട്ടിയാ മതിയായിരുന്നു. ഇനി നീ കിടപ്പിന്നേ ഒരു കാലത്തും എഴുന്നേക്കാൻ പോകുന്നില്ല. എന്റെ അമ്മ എങ്ങനെയാന്ന് പറയല്ലേ ആന്റി. എന്റെ ചേച്ചിയമ്മ അറിഞ്ഞാലുണ്ടല്ലോ. നീ എന്താ നിന്റെ ചേച്ചിയമ്മയുടെ കാര്യവും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാ? നിന്റെ ചേച്ചിയമ്മേ ഞാൻ ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറക്കി വിടാൻ പോവാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് എനിക്കൊന്ന് കാണണം. ഇപ്പോ നിന്നെ നിന്റെ മോളെയും എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരാളും എന്നോട് ചോദിക്കാൻ വരില്ല. ശാലിനിക്കാണെങ്കിൽ ഇനി ഇങ്ങോട്ട് കേറി വരാനും പറ്റില്ല. അറിയാലോ നിനക്ക്. ഞാൻ ചിലപ്പോ ദേ ഇവളെ തല്ലിയെന്നും കാലെ വാരി കൊടഞ്ഞെന്നും വരാം. അതൊക്കെ എന്റെ അന്നേരത്തെ സൗകര്യം പോലെ ഞാനങ്ങ് ചെയ്യും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആകെ മൊത്തം തളർന്ന് ഈ മച്ച നോക്കി കിടക്കുന്ന നീ എന്ത് ചെയ്യാനടി? ചെയ്യുന്നുണ്ടെങ്കി നിനക്കും കൂടി ചേർത്ത് ചെയ്യുന്നത് ദേ ഈ കൊച്ചിനിട്ടായിരിക്കും. തുറച്ചു നോക്കി നിക്കണ നിപ്പ് കണ്ടില്ലേ? കൊണ്ണൂത്തി പൊട്ടിക്കാ വേണ്ടത്. കാന്താരി അമ്മ എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കോ അമ്മ. പറയമ്മേ, പപ്പിമോളുടെ കണ്ണ് കുത്തി പൊട്ടിക്കോന്ന്. കാർത്തികാന്റിയെ ഒഴിപ്പിച്ചില്ലെങ്കിൽ അമ്മയെ കാർത്തികാന്റി സങ്കടപ്പെടുത്തും. വിഷ്ണുവച്ചനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാ പിന്നെ കാർത്തികാന്റി ഇവിടുന്ന് പോവേയില്ല. എന്താണൊരു വഴി? എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിയാ പിന്നെ കാർത്തികാന്റിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? അങ്ങനെയാണെങ്കിൽ ആരുടെ അടുത്ത് പോവും? എങ്ങനെ ഇവിടെ നിറങ്ങും? ഒരാളും അറിയാതെ ഇവിടെ നിറങ്ങണം. ഒരു കൊച്ചിനെ കാണാതായാൽ കൊച്ചിനെ കണ്ടുപിടിക്കാൻ നോക്കോ അതോ കല്യാണം നടത്താൻ നോക്കോ? പപ്പിയല്ലേ അത്? ഇവളെന്താ അവിടെ ചെയ്യുന്നത്? ബാഗൊക്കെ കയ്യിലുണ്ടല്ലോ. ഈ രാത്രിയില് ബാഗൊക്കെ പിടിച്ച് എങ്ങോട്ടാ? ഞാൻ പോവാട്ടോ. ഇനി നമ്മള് കാണത്തില്ല. ടാറ്റാ. ഓ, അപ്പോൾ വീട് വിട്ടു പോവുകയാണ്. കൊള്ള, അസാമാന്യ ധൈര്യം തന്നെ.
അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കയ്യിൽ കിട്ടിയാ മതിയായിരുന്നു. അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിക്കാം. പേടിച്ചു പോയതായിരിക്കും. എന്തായാലും എനിക്ക് സ്വൈര്യക്കേടുണ്ടാക്കുന്ന ഒന്ന് ഒഴിഞ്ഞു പോയെന്ന് കരുതാം. ഇനിയും ഉണ്ട് കുറെ എണ്ണം. ഓരോരുത്തരെയായി ഒഴിവാക്കണം. ഒടുവില് അമ്മ മഹാറാണിയെ കുടിയൊഴിപ്പിച്ചെങ്കിലേ ഈ വീട് ഒരു വീടാകും. അല്ലെങ്കിൽ ഇത് ജയിലല്ലേ. സത്യഭാമ എന്ന ജയിലറുടെ നിയന്ത്രണത്തിലുള്ള ദുർഗുണ പരിഹാര പാഠശാല ഒരാൾക്കും മിണ്ടാൻ പാടില്ല. മിണ്ടാനും പ്രവർത്തിക്കാനുള്ള അവകാശം ഒരേ ഒരാൾക്ക് മാത്രം, സത്യഭാമയ്ക്ക് മാത്രം. നാളത്തെ ഓട്ടത്തിനുള്ള വക ആ കൊച്ചു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിലങ്ങ് നിൽക്കും. എന്നെ ശത്രുവായിട്ട് കാണുന്നവർക്കൊക്കെ ഇതായിരിക്കും ഫലം എന്നൊന്ന് അറിയട്ടെ. ഭാഗ്യം, വീടിന്റെ മുൻവശത്ത് ആരുമില്ല. വാതിലും അടച്ചിട്ടിട്ടുണ്ട്. സത്യ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? പഠിച്ചോണ്ടിരിക്കയായിരിക്കും. ചേച്ചിയമ്മ സത്യയുടെ അടുത്ത് ഉണ്ടാവോ എന്തോ. ചിലപ്പോ ഉണ്ടാവില്ല. രാത്രി ചേച്ചിയമ്മയ്ക്ക് ഫയല് നോക്കാനുണ്ടാവും. അതുകൊണ്ട് സത്യ പഠിപ്പിക്കാൻ ചേച്ചിയമ്മയ്ക്ക് സമയം കിട്ടാറില്ലെന്നാ സത്യ പറയാറ്. അതുകൊണ്ട് സത്യമുറിയിൽ ഒറ്റയ്ക്കാവാനാണ് സാധ്യത. അയ്യോ, ഒരു കാറ് വരുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.